അപ്പം നമ്മുടെ പാറൂസിൻ്റെ റിസപ്ഷൻ വ്ളോഗായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് കൊല്ലത്തോട്ടാട്ടോ, നമ്മുടെ ചിന്നപ്പൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ റിസപ്ഷൻ നടക്കുന്ന കൊല്ലത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചിന്നപ്പൻ്റെ ചേച്ചി. ഇത് ചേച്ചിയുടെ 2 കുരുപ്പുകളാട്ടോ, ആഗിക്കുട്ടി ആസ്തക്കുട്ടി. നല്ല രസമാണ് അവരോട് കളിച്ചിരിക്കാൻ. എനിക്ക് അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ചിന്നപ്പൻ്റെ നാട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊല്ലത്തോട്ട് വരുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. അങ്ങനെ നമ്മളെ കുക്കുച്ചേട്ടനാണ് കൊണ്ടാക്കുന്നത്. ആ ചിന്നപ്പനൊക്കെ റെഡിയായി, പിന്നെ കുട്ടുണ്ട്, അശ്വിനുണ്ട്, നമ്മളെല്ലാവരും റെഡിയായി അങ്ങ് ഇറങ്ങി. പിന്നെ പോകുന്ന വഴി ഇവിടെ മുന്തിരിപ്പാൽ പറഞ്ഞ ഐറ്റം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഫേമസ് ഐറ്റം എന്നാണ് പറഞ്ഞാൽ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ എത്തിയത് അജിബിക്കുട്ടീനെ കണ്ടു. നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ചങ്ങ് അകത്തേക്ക് കയറി. പിന്നെ ചെക്കനെയും പെണ്ണിനെയും വെൽക്കം ചെയ്യുന്ന സീനായിരുന്നു കേട്ടോ. ഞങ്ങളാണ് വെൽക്കം ചെയ്തത്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പതിവ് പോലെയുള്ള ആചാരം കേക്ക് മുറിക്കലും ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. അടിപൊളി ഗാനമേളയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗാനമേളയൊക്കെ എൻജോയ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു പാട്ടൊക്കെ കേട്ട് അവിടെ ഇരിക്കാൻ. അശ്വിന് എപ്പോഴും ആറ്റിറ്റ്യൂഡാട്ടോ, അത് മൈൻഡൊക്കെ ഉണ്ടാ. അങ്ങനെ ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുത്ത് അടുത്ത പരിപാടി പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ട് ദോശ ഓംലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയല്ലോ, ഓക്കെ, ബായ്.